കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. രാത്രി ഞാനിങ്ങനെ ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്ത് നോക്കുക, ഈ വർഷത്തെ IPL ഫൈനൽ മാച്ച് എന്നാണ്. മനസ്സിലായില്ലേ? IPL ഫൈനൽ മാച്ച് എന്നാണ്. സത്യം പറഞ്ഞാൽ അപ്പോഴേക്കത് അറിയുന്നത് കൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഹൈദരാബാദ് ടീമും തമ്മിൽ ഫൈനൽ നടക്കുകയാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. സംഭവം നോക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞിക്ക്, കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പാസ്സായി, വിന്നറായിക്ക്. അപ്പം നിങ്ങൾ വിചാരിക്കും, എന്ത് ഈ ഡോക്ടർക്ക് ഈ IPL മാച്ച് ഇത്രയും നാട്ടിൽ ഫേമസ് ആക്കി ഇതുപോലും അറിയില്ലേന്ന് ചോദിച്ചു. സത്യം പറയുകയാണെങ്കിൽ ഒരു കാലത്ത് IPL എന്ന് പറഞ്ഞ് മരിച്ച ഒരാളാണ് ഞാൻ. IPL കളി കാണാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടിക്കിടയിൽ കിട്ടുന്ന ഫ്രീ ടൈം മുഴുവനും സ്പെൻഡ് ചെയ്ത ഒരാളാണ്. പക്ഷെ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ടൊരു സമയം ഈ IPLന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് വന്നു. ഹലോ, വരാട്ടോ. ആ ചോദ്യം ചോദിച്ചപ്പം ഞാൻ പതിയെ IPLനേക്കാളും എൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് തിരിച്ചറിയുകയും, അങ്ങനെയാണ് ഈ വീഡിയോ ക്രിയേഷന്, അതിന് വേണ്ടിയിട്ടുള്ള ലേണിങ്, അതുപോലെയൊക്കെയുള്ള നമ്മുടെ തന്നെ ഒരു പേഴ്സണൽ ടാലൻറ്റുകളെ പരിപോഷിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. അതുപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്ന പല സോഷ്യൽ കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവില്ല. നമ്മൾ പല രാഷ്ട്രീയ കാര്യങ്ങൾ, മതകാര്യങ്ങൾ, അതുപോലെ സ്പോർട്സ്, ഇതിനൊക്കെ വേണ്ടി നമ്മുടെ ഫുൾ എനർജി അങ്ങോട്ട് ത്യജിക്കുമ്പം ചിലപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പലതും മിസ്സാക്കിയിട്ടേക്ക് നമ്മളതിന് സ്പെൻഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ IPLനേക്കാളും അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് നമ്മോട് ചോദിക്കാൻ പറ്റി കഴിഞ്ഞാൽ, എൻ്റെ ഈ വിലപ്പെട്ട ഈ ഒരു സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റാൻ പറ്റും. നിങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ വായന നിർത്തി, പഠനം നിർത്തി എന്നല്ല പറയുന്നത്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലകളിലേക്ക്, എൻ്റെ മെഡിക്കൽ പ്രൊഫഷണൽ കാര്യങ്ങൾ, ഹെൽത്ത് കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലേക്ക് എൻ്റെ ലേണിംഗ് പവർ ഞാൻ ഉപയോഗിച്ചപ്പം നോക്ക് എത്ര പോസ്റ്റുകൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. നല്ല ഇൻഫോർമേറ്റീവായ പോസ്റ്റുകൾ, എൻ്റർടൈനിങ് ആയിട്ടുള്ള പോസ്റ്റുകൾ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ചോദിക്കണം, നമ്മൾ മറ്റൊന്നിൻ്റെ ഫാനായി മാറരുത്, നമ്മൾ ഓരോരുത്തർ നമ്മുടെ ഫാനാവണം. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോകുക, നമ്മുടെ എനർജി ഏറ്റവും കൂടുതൽ അതിനൊക്കെ വേണ്ടി, ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോഴേക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചും മറ്റുമാണ് നമ്മൾ സമയം കളയുന്നതെങ്കിൽ നമ്മൾ സ്വയം ചോദിക്കണം, എൻ്റെ ഈ സമയം ഞാൻ ഇതിനു വേണ്ടിയാണോ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആവും. അത് വെച്ചിട്ട് IPLൽ ജയിച്ച കൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഞാൻ ആശംസ കൈമാറാതിരിക്കുന്നില്ല. അവർക്ക് 1000 ആശംസകൾ. അടുത്ത വർഷം മറ്റ് ടീമുകൾക്കും ഇതുപോലെ കപ്പ് പോക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ആ ഒരു സന്തോഷത്തിൽ ഞാനും ഭാഗവത്താവുന്നു. ബി ഹെൽത്തി, ബൈ.